നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വീക്ഷണത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വോട്ടർമാരുടെ ഇടയിൽ, നമ്മൾ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും വോട്ടർമാരുടെ ഇടയിലൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് നമ്മൾ. അത് അതാത് പാർട്ടികളുടെ, തോറ്റ പാർട്ടികളുടെയും ജയിച്ച പാർട്ടികളുടെയും അകത്ത് നടക്കുന്ന ചർച്ചകളും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എന്നായിരിക്കും നമ്മുടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മുന്നണി സംവിധാനത്തിൽ ഇപ്പോഴുള്ള രണ്ട് മുന്നണി, UDF LDF എന്ന മുന്നണിക്ക് പകരം ഒരു മൂന്നാം മുന്നണി, മൂന്നാം ശക്തി എന്ന തരത്തിൽ ഒരുപക്ഷെ ഒരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയാണ് കാണുന്നത്. എന്ന് സംഭവിക്കും അത് 31-ൽ. എന്താണ് അങ്ങനെ ഈ 31-ന് ഇങ്ങനെ കണിശമായിട്ട് പറഞ്ഞത്? 26-ലെ ഇലക്ഷൻ വരാൻ പോകുന്നത്. 26-ലെ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവിക 10 സീറ്റെങ്കിലും BJP പിടിക്കും. 26-ലെ മിക്ക സുരേന്ദ്രൻ, വി മുരളീധരൻ, കായക്കൂടത്ത് മത്സരിക്കുകയാണ് വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് ബൃഹസ്പതി, സന്ദീപ് വാര്യർ, മറ്റേ പാലക്കാട്ടെ കൃഷ്ണകുമാർ, അശ്വനി, രമേശ്, ഇങ്ങനെ കുറേ കൊള്ളാവുന്ന ആളുകൾ സഭയിൽ വരും. എനിക്കൊന്ന് ചിലപ്പോൾ അനൂപ് ആന്റണിയും വരും. അനിൽ ആന്റണി അല്ലേ, അനൂപ് ആന്റണി. അപ്പോൾ സ്വാഭാവികമായിട്ട് സഭയിൽ വരുമ്പോൾ ഇതുവരെ ഉയർത്തപ്പെടാത്ത കുറേ വിഷയങ്ങൾ അവർ ഉയർത്തും. അത് ഭയങ്കരമായിട്ട് വാർത്താപ്രചോദനം കിട്ടും. ഇവിടുത്തെ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിനേക്കാട്ടും ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുണ്ടല്ലോ, ഈ ഗോദി മീഡിയ എന്ന് പറയുന്നത്, അവർ ഭയങ്കര ഹൈപ്പ് കൊടുക്കും. പിന്നെ ഈ യൂട്യൂബ് ചാനലുകളിൽ നമ്മളെടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ മേധാവിത്വമുള്ളത് പിന്നെ BJP വ്യൂ പോയിന്റിനാണ്. നിങ്ങളെടുത്ത് ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ പിന്നെ പൊതുവെ ഇപ്പോൾ BJP ലൈനാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി അങ്ങോട്ട് വരുമ്പോൾ 5 വർഷത്തെ പെർഫോമൻസ് കൂടി വരുന്ന സമയത്ത്, ആ സമയത്ത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിൻ്റെ ഇഷ്ടക്കേടൊക്കെ മാറ്റി അദ്ദേഹം സിനിമയൊക്കെ നിർത്തിവെച്ചിട്ട് ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് വരും. തൃശ്ശൂരൊക്കെ അങ്ങനെ മാറ്റും. സുരേഷ് ഗോപിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത ഇലക്ഷൻ BJP വരും. അതായത് 31. സുരേഷ് ഗോപി പ്രായൊരു ഘടകമാണ്. പക്ഷേ ചില ആളുകൾ എക്സ്ക്യൂസ് കൊടുക്കും. അല്ല 65-70 വയസ്സാവും. ചില ആളുകൾക്ക് എക്സ്ക്യൂസ് കൊടുക്കുക അവർ. അല്ല 70 അല്ല 71 വയസ്സ്. ഇപ്പം മോഡിക്ക് എത്രയായി? മോഡിക്ക് 75 കഴിഞ്ഞു. അവർ കൊടുക്കും. എന്നിട്ട് അതോടുകൂടി സുരേഷ് ഗോപി പൊതുവെ മുസ്ലിങ്ങൾക്ക് പോലും കോരണത്തിനൊക്കെ സ്വീകാര്യനാവും. പിന്നെ തൃശ്ശൂർ അദ്ദേഹത്തെ പെർഫോമൻസ് ഉണ്ടാവും. ആ സമയത്ത് പ്ലസ് കേരള കോൺഗ്രസ് അങ്ങോട്ട് വരും. ജനതാദൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ജനതാദളിൽ വരും. മുസ്ലിംസിൻ്റെ ഇടയിൽ സെക്യുലർ പാർട്ടി, ദേശീയ, ഇപ്പം നമ്മളെയൊക്കെ കുറ്റം പറയുന്ന നാളെ സെക്യുലർ ദേശീയ മുസ്ലിം അവനൊരു പാർട്ടി ഉണ്ടാക്കും, അവനും വരും. NCP, CPM-ഉം കോൺഗ്രസും കൂടി ഒരു സഖ്യമായിട്ട് വരും. CPIക്ക് ഒരു 2 സീറ്റൊക്കെ കൊടുക്കും, 1 സീറ്റ് അവർ ജയിക്കും, അങ്ങനെയുള്ള സാധനമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ അണ്ടറിൽ ഒരു മന്ത്രിസഭ വരും. അതിനാണ് സാധ്യത. മന്ത്രിസഭയിൽ ചിലപ്പോൾ രണ്ടാമനായിട്ട് സുരേന്ദ്രൻ ഉണ്ടാവും. രണ്ടാമനായി സുരേന്ദ്രൻ ഉണ്ടാവും. അതിനാണ് സാധ്യത കൂടുതൽ. അപ്പം ബി മുരളീധരൻ ചോദിക്കും. ബി മുരളീധരൻ ചിലപ്പം സുരേഷ് ഗോപിക്ക് ശേഷം ചിലപ്പോൾ മുഖ്യമന്ത്രിയാവാം ബി മുരളീധരനായിരിക്കും. സുരേന്ദ്രൻ കുറച്ചുകൂടി യങ് അല്ലേ? അല്ല, ഈ സുരേഷ് ഗോപിക്ക് ശേഷം മുഖ്യമന്ത്രി ബി മുരളീധരൻ ഇംഗ്ലീഷും ഹിന്ദി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഡൽഹിയിൽ ഇറക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുഖമാണ് ബി മുരളീധരൻ. പിന്നെ അനൂപ് ആന്റണിക്ക് ഇത് രണ്ടും അറിയുമ്പോൾ അനൂപ് ആന്റണിയെ കേരളത്തിൽ ആവശ്യമുണ്ട്. കാരണം ഈ സെക്യുലർ വോട്ട്, ഈ ക്രിസ്ത്യൻ വോട്ടുകളും മറ്റും കൺസോൾട്ടേറ്റ് ചെയ്യാൻ അനൂപ് ആന്റണിയെ പോലെ ഫേസ് വേണം. ജോർജ് കുര്യനെ ആള് സൗമ്യനാണ്. അനൂപ് ആന്റണി അത്ര ഒരു റീച്ചില്ല. അനൂപ് ആന്റണി കുറച്ചും കൂടി വളരെ സൈലൻ്റായി നന്നായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുരളീധരൻ വലിയ എടുക്കാൻ പൊങ്ങാത്തതെങ്കിലും കേന്ദ്രത്തിൻ്റെ വകുപ്പൊക്കെ എടുത്ത് കേന്ദ്രത്തിലായിരിക്കും. പണ്ട് ആന്റണി വന്ന പോലെ സുരേഷ് ഗോപിക്ക് ഓരോ സ്വഭാവം അനുസരിച്ച് പരിധി കൂടുതൽ മൂപ്പര് അർമാദിക്കാൻ നിൽക്കില്ല. മൂപ്പര് ഒഴിവായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുരളീധരൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. മുരളീധരൻ പ്രത്യേക ചുമതല കേരളത്തിൽ ചുമതലയെടുത്ത് വരും. അതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, പാർട്ടി വലിയ മാറ്റങ്ങളോ വന്നിട്ടില്ലെങ്കിൽ, സുരേന്ദ്രൻ, നമ്മുടെ ബാലുശ്ശേരിക്കാരനായ സുരേന്ദ്രൻ BJPയുടെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയാവും. അപ്പോൾ ഞാൻ ഇത് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ 26-ൽ ഒരു 10 MLA-മാർ എന്തായാലും BJP കിട്ടുമെന്നുള്ളതാണ് താങ്കളുടെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് തുടക്കത്തിൽ 10 MLA ഇപ്പം പറയുന്നത് അത് സ്വാഭാവികം കേട്ടോ, അതൊക്കെ മാറാമല്ലോ. നമ്മളിപ്പോൾ നമുക്ക് മാറാമല്ലോ. ആ 10 MLA-മാരെന്നുള്ളത് ആ 5 വർഷം കഴിയുമ്പോൾ 10 എന്ന് പറയുന്നത് കൂടുമോ? കൂടാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവർ പ്രതിപക്ഷത്തിൽ തന്നെ ആയിരിക്കുമല്ലോ, ഇവർക്ക് എന്തും പറയാലോ. മാത്രമല്ല ഇവർക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ മോഡി കൊടുക്കുകയും ചെയ്യും. മോളിന്ന് ഈ അന്നമ്പങ്ങൾ മോള് ഭരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ ചോദിക്കും. അതിനൊക്കെയുള്ള സാധനം ഇപ്പോഴേ എടുത്ത് വെച്ചിട്ടുണ്ടാവും, പുറത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ പിന്നെ മീഡിയയുടെ ഒരു BJP സ്വഭാവം ഉണ്ടല്ലോ കേരളത്തിൽ. പ്രിന്റ് മീഡിയ BJP ആണ് ബേസിക്കലി. അത് മാറും.
അപ്പോൾ പിന്നെ ഈ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? 10 MLA-മാർ BJP-ക്ക് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? കോൺഗ്രസിന്റെ ഈ 10 MLA ദയനീയമാവും. കോൺഗ്രസ് മാത്രമല്ല, അത് ആരെ കോൺഗ്രസ് പിളരില്ലേ? കോൺഗ്രസ് പിളരുന്നില്ല, കുറെ നേതാക്കന്മാർ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിന് ഒരു പിളർപ്പായിട്ട് അതില്ല, പിളർപ്പായിട്ട് മാറിയിട്ട് അതൊരു പ്രത്യേക യൂണിറ്റായിട്ട് മാറിയിട്ട് BJP-യുമായിട്ട് ഒരു സൗഹൃദത്തിൽ കാര്യങ്ങൾ അതിന്റെ അത് മുരളി തന്നെ പോകണം. മുരളി പോകുന്നു എനിക്ക് തോന്നുന്നില്ല. മുരളി പോകുന്നു തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയല്ല, ഇവര് നേതാക്കൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മുരളിന്റെ ഒരു ഇപ്പോഴത്തെ മുരളി എന്ന് വെച്ചാൽ പിന്നെ മോഹമുക്തനാണ്, രാഷ്ട്രീയക്കാരനാണ്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മുരളിയെ പറ്റി അറിയാമെന്ന് വിചാരിച്ചോ? ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ മുരളി പഴയ മുരളിയല്ല, പവഹങ്കരായിട്ടുള്ള മുരളിയല്ല. മുരളി മോഹമുക്തനാണ് ഇപ്പോഴത്തെ മുരളി. അപ്പം മുരളി അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന ആരോഗ്യവും ആളുകളുള്ള ഒരാൾ അങ്ങേരാണ്. വേറെ ആർക്കും അങ്ങനെയുള്ളതില്ല. പിന്നെ സുധാകരനായിരുന്നു, സുധാകരൻ പ്രായമായി. ഇനി സുധാകരൻ ഇതിന് പോകുന്നു. എന്നിത്തലേക്കൊന്നും ഗ്രൂപ്പൊന്നും ഉണ്ടാക്കി ആളെ കൂട്ടി പോകാൻ പറ്റില്ല. ഒരു 5 MLA-മാരെ കൂട്ടിക്കൊണ്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കി എനിക്ക് തോന്നുന്നില്ല. പരസ്പര വിശ്വാസം ഉണ്ടാവില്ല. 5 6 7 പേര് സാധ്യതയല്ല. കോൺഗ്രസ് സാധ്യത എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചിലപ്പം പോയി വരും. എന്നിട്ട് അവർ BJP-യുടെ ഭാഗമായിട്ട് അവർ അബ്സോർവ് ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യും, ഈ വലിയ തലമുറയിൽപ്പെട്ട നേതാക്കന്മാരെ ആലോചിക്കേണ്ട, ചെറിയ തലമുറയിൽപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു പക്ഷേ മാറിക്കൂടാന്നുണ്ടോ? ആര്? ഷാഫിയോ? ബൽറാമ? ഒന്നും ഉണ്ടാവില്ല. ഇല്ല, ഇവര് കുറച്ചുകൂടി പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആയ ആളുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തില്, ഷാഫി, വിഷ്ണുനാഥ്, ഇവരൊക്കെ കുറച്ചുകൂടി ഒരു ഐഡിയോളജി. ലിജു, ഇവരൊക്കെ ഐഡിയോളജിക്കൽ ഒരു പക്ഷേ വരില്ല. പക്ഷേ വിഷ്ണുനാഥ് എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ. വിഷ്ണുവിന്റെ ഒക്കെ ഇപ്പോഴത്തെ വർത്തമാനം കണ്ടതായി. വിഷ്ണു പകുതി ലെഫ്റ്റാണ്. അന്നേരത്തേക്ക് ഇപ്പം അടുത്ത തവണ തന്നെ BJP 10 സീറ്റ് പിടിച്ചാൽ ചിലപ്പം ഹാങ് ആവും. സാധനം ഹാങ് ആകുമ്പോൾ അവർക്ക് ഇന്റേണൽ മെക്കാനിസം ചെയ്യേണ്ടി വരും. അപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള അകലം കുറഞ്ഞു വരും. അവരെ ചിലപ്പോൾ അലയൻസ് ആവുകയും ചെയ്യും. അങ്ങനെ ആവാൻ സാധ്യത. അല്ല, അതാണ് ചിലപ്പോൾ ഈ BDJS എന്ന സാധനം ചിലപ്പോൾ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ BDJS-ന് എന്തൊരു അക്കോമഡേഷനാണ് NDA കിട്ടുന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് അക്കോമഡേഷൻ നന്നായി ചിലപ്പോൾ അവർ ശക്തിപ്പെടും. പുതിയ പാർട്ടികൾ ഏതെങ്കിലും രൂപീകരിക്കപ്പെടുകയും നമ്മളിപ്പോൾ കാണുന്ന AAP, ഇപ്പോൾ AAP ആപ്പിന് കേരളത്തിൽ നല്ല സ്കോപ്പ് ഉണ്ട്. ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഒരു ശരാശരി ലിബറൽ മലയാളി ഇപ്പോഴും നോക്കുന്നത് ആപ്പിനെ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ നേതാക്കന്മാർക്കൊന്നും ധൈര്യമില്ല. കേരളത്തിൽ ഈ മുന്നണി സംവിധാനത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്ന് കായിക ശക്തി വേണം. ഒരു നോട്ടീസ് വിതരണം ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലും തല്ലാൻ വന്നു കഴിഞ്ഞാൽ ഓടിക്കളയുന്നവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതധികം പിന്നെ അമൂൽ ബേബീസും റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരുമാണ്. അവർക്ക് ഈ പിന്നെ സ്ട്രീറ്റിലെ വയലൻസ് പേടിയാണ്. അവർക്ക് എങ്ങനെ ഇത് നേരിടാൻ പറ്റും? അതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രശ്നം. പക്ഷേ അത് പൊളിറ്റിക്സ്, നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്സ് കുറച്ച് കഴിയുമ്പോൾ ഒരു 26-30 ആകുമ്പോൾ പൊളിറ്റിക്സിൻ്റെ ഒരു സ്വഭാവം മാറില്ലേ? ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങൾ ചെയ്യുന്ന വയലൻസ് എന്നും ഉണ്ടാവും. നിങ്ങൾ തെരുവിൽ ഇവരുടെ കലാപമണി ഏതൊരു സിനിമയിൽ പറയുന്നുണ്ട്, വില്ലനായിട്ടുള്ള അയാളെ മോളെ പ്രേമിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പം ചോദിക്കും അതിൻ്റെ അച്ഛനെന്താ ജോലി? ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. മിഡിൽ ക്ലാസ് അല്ല, ഒന്ന് പേടിപ്പിച്ചാൽ മതി എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഈ സമൂഹം വലുതാകുമ്പോൾ മധ്യവർഗവൽക്കരിക്കപ്പെടുകയാണ് ജനം ചെയ്യുന്നത്. മധ്യവർഗവൽക്കരിക്കപ്പെടുക അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഡാർക്ക് ഏരിയ ഉണ്ട്. അതാണ് ഈ ഗുണ്ടകളും ഗുണ്ടാ സെറ്റപ്പും. അവർക്ക് മിഡിൽ ക്ലാസ്സിന് എളുപ്പം പേടിപ്പിക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഇങ്ങനെ കുറേ സംഭവം, സിദ്ധാർത്ഥൊക്കെ പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നിരന്തരം വന്നിട്ട് തോൽപ്പിക്കണം, ഇന്നാളെ ജയിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ വോട്ട് ചെയ്യാൻ ഇറങ്ങണം. കാരണം ശബരിമല വിഷയത്തിൽ ഇറങ്ങിയ പോലെ അങ്ങനെ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുന്ന സാഹചര്യം വന്നാൽ മാറും. ഇപ്പോഴും BJP-നെക്കാട്ടും കേരളത്തിലെ ലിബറൽ സമൂഹം ഒരു ഓൾട്ടർനേറ്റീവായി കാണുന്നത് ആം ആദ്മിയാണ്. പക്ഷേ അതിന് നല്ല പാർട്ടി നേതാക്കന്മാരിവിടെ ഇല്ല, ബോൾഡായിട്ടുള്ള നേതാക്കന്മാരില്ല, സംഘടനാ സംവിധാനവും ഇല്ല. ആം ആദ്മി അല്ലാതെ തന്നെ വേറെ ചില മൂവ്മെന്റ്സുകൾ കേരളത്തിലുണ്ട്. അത് ഇതിനെക്കാട്ടും കഷ്ടമാണ്. അതൊക്കെ ഇങ്ങനെ അമൂൽ ബേബീസ് അല്ലേ? അവർക്ക് നഗരത്തിലുള്ള ഈ പറയുന്ന പോഷ് പിന്നെ ഹൗസിംഗ് കോളനിയിലുള്ള പ്രവർത്തനം അവർക്ക് പറ്റുള്ളൂ. പിന്നെ ഓൺലൈനായിട്ടുള്ള പ്രവർത്തനമേ പറ്റുള്ളൂ. താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് BJP-ക്ക് RSS-ന്റെ മേൽക്കൈ ഉള്ളത്. ഒരു പഞ്ചായത്തിൽ മിനിമം 2 ശാഖകളെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സിൽ ചിലപ്പോൾ ഒരുപക്ഷേ വിള്ളലുണ്ടാകുമോ നമ്മൾ ചർച്ച ചെയ്തു. അതായത് 10 MLA-മാർ BJP-ക്ക് കേരള നിയമസഭയിലുള്ളപ്പോൾ CPM-നകത്തോ? CPM-ൽ MLA-മാരുടെ എണ്ണം കുറയും. അതല്ല, ഈ കോൺഗ്രസ്സിൽ വിള്ളലുണ്ടാകുമോ എന്നുള്ളൊരു ചർച്ച ചെയ്തതുപോലെ അങ്ങോട്ടൊക്കെ അതേപോലെ CPM-ലും അങ്ങനെ സംഭവിച്ചുകൂടായികയുണ്ടോ? വിള്ളലല്ല, നേതാക്കന്മാർ പോകാൻ സാധ്യതയുണ്ട്. അതൊരു പ്രത്യേക ഗ്രൂപ്പായിട്ടും പ്രത്യേക വിഭാഗമായിട്ട് നേതാക്കന്മാർ അബ്സോർവ് ചെയ്യാനാണ് സാധ്യത. ഈ BJP ഇനി അധികം പാർട്ടി ഉണ്ടാക്കി കളിക്കാൻ സാധ്യതയല്ല. നേതാക്കന്മാരെ അബ്സോർവ് ചെയ്യും.
പക്ഷേ ഇതിലിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ സുധാകരനെ പോലുള്ള നേതാക്കന്മാരൊന്നും വിടാൻ അവർ മരിക്കുന്ന കമ്മ്യൂണിസ്റ്റായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് MLA-മാരൊക്കെ അല്ല, പുതിയ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിലെ യുവ തലമുറ പോലെ CPM-ലെ യുവതലമുറ അത്ര ഡെഡിക്കേറ്റീവ് പാർട്ടിയാണ്. അല്ല, യുവതലമുറ ഈ മനു തോമസിനെ പോലുള്ള മനു തോമസ് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ മനു തോമസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, മനുവിനെ പറയണ്ട. പക്ഷേ അതേപോലുള്ള ഒരുപാട് പേര് CPM-നകത്തുണ്ട്. BJP മനോഭാവത്തോടു കൂടി അമ്പലങ്ങളിലുമായിട്ടും വളരെ സജീവമായിട്ട് നിൽക്കുകയും അമ്പല പ്രവർത്തനങ്ങളിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന, വളരെ ശക്തമായിട്ട് നിൽക്കുന്ന വളരെ ഒരുപാട് യുവാക്കൾ DYFIക്ക് അറിയുന്ന ലീഡർഷിപ്പിൽ ആരുള്ളത് ഞാനാരും കണ്ടിട്ടില്ല. അല്ല, അത് വന്നുകൂടാണല്ലോ. ഒരു 5 വർഷം 10 വർഷം അല്ല, സോഫ എനിക്കറിയാവുന്ന ആരും അങ്ങനെയുള്ളതല്ല. DYFIയിലെ എല്ലാം തന്നെ ഈ കമ്മ്യൂണിസം വളരെ സ്ട്രോങ് ആയി തലക്ക് പിടിച്ച പയ്യന്മാരാണ് ഹിന്ദു പയ്യന്മാർ. അതൊക്കെ മാറ്റമുണ്ട്. അല്ല, ഹിന്ദു പയ്യന്മാർ. രണ്ടാമത്തെ കാര്യം, മുസ്ലിംസിൻ്റെതാണെങ്കിൽ ഇപ്പം നമ്മളറിയാവുന്ന ചെറുപ്പക്കാർ മൊത്തം റിയാസ്, ഷംസീർ, അതുപോലെ തന്നെ ആരിഫ്, ഇവരെല്ലാം തന്നെ ഹൈലി സെക്യുലറാണ്. ഇവരിൽ നിന്ന് നമ്മളൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇവർ ആ പാർട്ടിയുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ താഴെ തട്ടിലുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടാവും. അവരെ നമുക്കറിയില്ല എങ്ങനെ എന്താണെന്നൊക്കെ. അപ്പോൾ അവിടെ നിന്നായിരിക്കാം ഒരു പക്ഷേ നാളെ ഒരു ഒഴുക്ക് വരികയാണെങ്കിൽ അവിടെ ആയിരിക്കും ഈ പറയുന്ന ഒരു വലിയൊരു ന്യൂക്ലിയർ ഫിഷൻ സംഭവിക്കാൻ പോകുന്നു. ശരി, എന്തായാലും നമുക്ക് ഈ ഒരു വലിയ ഒരു പ്രഡിക്ഷനാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പ്രഡിക്ഷൻ നമ്മുടെ ഒരു റെക്കോർഡായിട്ട് ഇവിടെ കിടക്കും. എത്രമാത്രം ശരിയാവും എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.